നമ്മൾ കുറച്ചൊക്കെ നമുക്കൊരു ഇച്ഛാശക്തി ജനപ്രതിനിധികൾക്കുണ്ടാവണം, MLA-മാർക്കുണ്ടാവണം, മന്ത്രിമാർക്കുണ്ടാവണം, എനിക്കുണ്ടാവണം. അതിനെ നടക്കുള്ളൂ. പൊതുമരാമത്ത് വകുപ്പ് എല്ലാവർക്കും വികസനം വേണം, എല്ലാവർക്കും റോഡ് വേണം, എല്ലാവർക്കും പാലം വേണം, എല്ലാവർക്കും മേൽപ്പാലം വേണം, ജംഗ്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ് വേണം, ബൈപ്പാസ് വേണം. അതൊക്കെ നമുക്ക് നടത്താം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ജനപ്രതിനിധികളോട് പറയും. ഇപ്പോൾ എല്ലാവരും പുതിയ അംഗങ്ങളുണ്ട്, പഴയ അംഗങ്ങളുണ്ട്, എല്ലാവരും പറയുന്നത് ഇപ്പോൾ പാലം, ഉദാഹരണത്തിന് ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ജനപ്രതിനിധികൾ അത് സൗജന്യമായി ആയി തന്നാൽ എല്ലായിടത്തും നമുക്ക് ആവശ്യത്തിന് പാലങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ല, അങ്ങനെ തന്നെ പറ്റുള്ളൂ. അക്വിസേഷന് പോയാൽ ഒരു പാലത്തിൻ്റെ ഒരു അക്വിസേഷന് പോയാൽ 2 കൊല്ലം 3 കൊല്ലം പിടിക്കും. എവിടെയാണ് ആ പാലം നടക്കുന്നത്? കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും അതിൻ്റെ മുമ്പുള്ള ഗവൺമെൻറ് കാലത്തും കുറേ പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 24 പാലം പണി കഴിഞ്ഞിട്ട് 8 കൊല്ലമായി, അപ്രോച്ച് റോഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനൊരു മാറ്റം വരണ്ടേ? മാറ്റത്തിനാണല്ലോ ജനങ്ങൾ ഇരുത്തിയത്. പിന്നെ ജനപ്രതിനിധികൾ വിചാരിച്ചാൽ, പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, നമ്മളൊക്കെ വിചാരിച്ചാൽ നാട്ടുകാർ സൗജന്യമായിട്ട് സ്ഥലം തരും. മെനക്കെട്ടാൽ കിട്ടും. ഞാൻ 15 കൊല്ലമായിട്ട് എൻ്റെ നിയോജക മണ്ഡലത്തിൽ എല്ലാവരും നാട്ടുകാർ സൗജന്യമായി സ്ഥലം തന്നിട്ടാണ് റോഡ് വീതി കിട്ടിയത്, പാലത്തിന് അപ്രോച്ച് റോഡ് കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വികസനം കിട്ടിയത്. ബഹുമാനെ സജി ഇങ്ങനെ പറയണ്ടില്ല, ബഷീറിന് കിട്ടിയത് അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്കൊരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാണല്ലോ. അതുകൊണ്ടാണ് അത്. എല്ലാ പദ്ധതികളും നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ 50 കോടിൻ്റെ പ്രൊജക്റ്റ് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ 150-200 കോടി റുപ്യയാണ്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അക്വിസേഷന് ചില സാഹചര്യത്തിലൊക്കെ വേണ്ടി വരും. കുറച്ചൊക്കെ ഇപ്പോൾ കാലം മാറി. അപ്പുറത്തുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നല്ല റോഡ് വരുമ്പം അവർക്ക് സ്ഥലത്തിന് വില കൂടും, അവർക്ക് അതിന് ബെനിഫിറ്റ് കിട്ടും. അതൊക്കെ നമ്മൾ കാണണം. നമ്മൾ കുറച്ചൊക്കെ നമുക്കൊരു ഇച്ഛാശക്തി ജനപ്രതിനിധികൾക്കുണ്ടാവണം, MLA-മാർക്കുണ്ടാവണം, മന്ത്രിമാർക്കുണ്ടാവണം, എനിക്കുണ്ടാവണം. അതിനെ നടക്കുള്ളൂ.